എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാക്കരയാണ്. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി 150 ഗ്രാം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് കടലമാവ്, കടലപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അയമോദകം 1/4 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കായപ്പൊടി 1 നുള്ള്, പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്വാദുണ്ടാവും, ഇതിന് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത് പാല് ചേർത്താണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് പാല് 125 ml ഉണ്ട്. അത് നമുക്ക് കുറേശ്ശെയായി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിൽ വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളവും ഞാൻ കുറേശ്ശെയായി ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് ഒരുപാട് ലൂസായിട്ടും ഇരിക്കാൻ പാടില്ല, ഒരുപാട് കട്ടി ഓടിയതായിട്ടും ഇരിക്കാൻ പാടില്ല. മീഡിയമായിട്ട് നമുക്കിത് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തു അതിലേക്ക്. അപ്പോൾ ഞാൻ ആകെ ഉപയോഗിച്ചത് 1/2 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ്. ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണ തടവിയ ശേഷം നമുക്കിത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അടച്ച് വെക്കണം. ഇത് അടച്ച് വെച്ച ശേഷം നമുക്ക് വീണ്ടും 20 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് കുഴച്ച ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കണം. ഗോതമ്പ് പൊടി അതിന് മുകളിലേക്ക് തൂവിയിട്ട് വേണം പരത്തിയെടുക്കാൻ. നമുക്ക് വളരെ കനം കുറച്ച് തന്നെ ഇത് പരത്തിയെടുക്കണം. ചപ്പാത്തി പോലെ കുറച്ച് പോലും കട്ടി കൂടാൻ പാടില്ല. നല്ല തിന്നായിട്ടുള്ള ചപ്പാത്തി ആയിട്ട് വേണം ഇത് പരത്തിയെടുക്കണം. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള കാക്കറ കിട്ടുകയുള്ളൂ. ഇതുപോലെ നല്ലപോലെ പരത്തിയെടുത്ത ശേഷം നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്കൊരു അടപ്പ് വെച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മീഡിയമായിട്ട് ചൂടായ തവയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുമ്പളകൾ ഇങ്ങനെ പൊള്ളി വരാൻ തുടങ്ങുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. മറ്റേ ഭാഗവും ഇതുപോലെ കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു തുണി വെച്ച് നല്ലപോലെ അമർത്തി കൊടുത്തുകൊണ്ടേയിരിക്കണം, പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ സ്പോട്ട്സ് വന്നു തുടങ്ങും. നല്ലപോലെ ക്രിസ്പായിട്ടും വരുമ്പോൾ നമുക്കത് തവയിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള കാക്കര കിട്ടും. ഇത് ഞാൻ എണ്ണ ചേർക്കാതെയാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇത് എണ്ണ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലെ 2 സൈഡും നല്ല കുമ്മണകൾ വരുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം 2 ഭാഗത്തും എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലുള്ള കപ്പ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇത് അമർത്തി കൊടുക്കാൻ. തുണി വെച്ച് അമർത്തരുത്. ഇപ്പോൾ ഇത് 2 ഭാഗവും നല്ല ക്രിസ്പായി വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള ക്രിസ്പായിട്ടുള്ള കാക്കര റെഡിയായി. ഇത് ചാട്ട് മസാല മുകളിൽ തൂവി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ദീർഘദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.